അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത ഡെറിവേഷൻ പഠിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു പ്ലെയിൻ വോളിൽ കൂടെയുള്ള കണ്ടക്ഷൻ ആയിരുന്നു. 1 ഡയമെൻഷണൽ കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ വോൾ. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തു, കോമ്പോസിറ്റ് വാൾ പഠിച്ചു, ഇലക്ട്രിക്കൽ അനലോഗി പഠിച്ചു. ഇനി അതുപോലെ തന്നെ ഒരു ലോങ് ഹോളോ സിലിണ്ടറിനകത്തൂടുള്ള കണ്ടക്ഷൻ, 1 ഡയമെൻഷണൽ കണ്ടക്ഷന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സിലിണ്ടർ, ഒരു ഹോളോ സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഹോളോ സിലിണ്ടർ ആണ്, അതിന്റെ ലെങ്ത് L ആണ്. അതിന് 2 റേഡിയസ് ഉണ്ട്, ഒരു ഇന്നർ റേഡിയസും ഉണ്ട്, അതുപോലെ ഒരു ഔട്ടർ റേഡിയസും ഉണ്ട്. ഇന്നർ റേഡിയസ് R1, അതുപോലെ ഔട്ടർ റേഡിയസ് R2, ഇങ്ങനെ 2 റേഡിയസും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി ഇതിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആയിരുന്നു കഴിഞ്ഞ ഡെറിവേഷൻ ചെയ്ത്. ഇവിടെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ 1 ഡയമെൻഷണൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിന്റെ ഇക്വേഷൻ എഴുതണം. അപ്പൊ 1 ഡയമെൻഷണൽ ആകുമ്പോൾ നമ്മൾ റേഡിയൽ ഡയറക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. റേഡിയൽ ഡയറക്ഷൻ 1 ഡയമെൻഷന്റെ ഇക്വേഷൻ വരുന്നത് d/dr ഓഫ് r dt/dr ഈസ് ഇക്വൽ ടു 0 എന്നാണ്. ഇത് നമ്മൾ ആ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഡിറൈവ് ചെയ്തതിനകത്ത് ഫൈനൽ റിസൾട്ട് ആണിത്. അത് എങ്ങനെ വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡെറിവേഷനിൽ നിങ്ങൾ അവസാനത്തെ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ d/dr ഓഫ്, അവിടെ നമ്മൾ എഴുതിക്കുന്ന ഡോ/ഡോ r എന്നാണ്. ഇവിടെ നമ്മൾ ഒരു ഡയറക്ഷനെ ഉള്ളായതുകൊണ്ട് d/dr എന്ന് എഴുതി. d/dr ഓഫ് r dt/dr ഈസ് ഇക്വൽ ടു 0. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി പഴയതുപോലെ തന്നെ ചെയ്യുന്നത്, ഒരു തവണ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെ ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും, ഒരു d/dr അങ്ങ് പോകും. ഒരു d/dr പോയാൽ r dt/dr ഈസ് ഇക്വൽ ടു 0 ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരു കോൺസ്റ്റന്റ് C1 എന്ന് കിട്ടും. ഇനി അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഈ r എന്നുള്ളതിനെ ഇനി ഇപ്പുറം കൊണ്ടുവന്നാൽ നമുക്ക് എഴുതാം dt/dr ഈസ് ഇക്വൽ ടു C1/r എന്ന് കിട്ടും. ഇത് ഈ ഇക്വേഷനെ ഒരു തവണ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് which implies dt/dr നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t എന്ന് കിട്ടും. t ഈസ് ഇക്വൽ ടു C1/r നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ C1 മാറ്റി നിർത്താം, കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. 1/r നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ log r എന്ന് കിട്ടും. 1/x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ log x. അപ്പോൾ 1/r നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ log r പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് C2. ഇതിന് നമുക്ക് ഇക്വേഷൻ A എന്ന് കൊടുക്കാം. ഇനി എന്തോ ചെയ്യേണ്ടത്, ഇവിടെ 2 കോൺസ്റ്റന്റുകൾ കിടപ്പുണ്ട്. C1 ഉം C2 എന്നും പറഞ്ഞ് 2 കോൺസ്റ്റന്റുകൾ കിടപ്പുണ്ട്. ആ കോൺസ്റ്റന്റുകളെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിഗറിൽ ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യണമായിരുന്നു. R1 റേഡിയസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ഉം R2 റേഡിയസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ. ഇനിയിപ്പോ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവുക. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് റേഡിയസ് r ഈസ് ഇക്വൽ ടു R1, അവിടുത്തെ ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് T1 ഉം, അതുപോലെ അറ്റ് റേഡിയസ് r ഈസ് ഇക്വൽ ടു R2, അവിടുത്തെ ടെമ്പറേച്ചർ T ഈസ് ഇക്വൽ ടു T2 ആണ്. ഇത് നോൺ ആണ്, നോൺ കേസുകളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ബൗണ്ടറി കണ്ടീഷന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ എയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് T ഉള്ളിടത്തെല്ലാം T1 എന്നും കൊടുക്കുക, R ഉള്ളിടത്തെല്ലാം R1 എന്നും കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ കിട്ടും T1 ഈസ് ഇക്വൽ ടു C1 log R1 പ്ലസ് C2. ഇത് ഇക്വേഷൻ X എന്ന് കൊടുക്കാം. അതുപോലെ അടുത്ത ഇക്വേഷൻ, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ T2 ഈസ് ഇക്വൽ ടു C1 log R2 പ്ലസ് C2. ഇത് ഇക്വേഷൻ Y എന്ന് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇക്വേഷൻ X മൈനസ് Y എടുക്കാം. ഇക്വേഷൻ X മൈനസ് Y, നമുക്ക് C1 C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇക്വേഷൻ X മൈനസ് Y ചെയ്ത് കഴിഞ്ഞാൽ T1 മൈനസ് T2 ഈസ് ഇക്വൽ ടു C1 ഇൻറ്റു log R1 മൈനസ് log R2 പ്ലസ് C2 കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പൊ C2 കൂടെ കട്ട് ചെയ്യുമ്പോൾ അത് 0, അത് പോട്ടെ. ഇനി ഇവിടെ നിങ്ങൾ നോക്കേ, log R1 മൈനസ് log R2, അവിടെ ഒരു റൂൾ ഉണ്ട്. log A മൈനസ് log B എന്ന് പറയുന്നത് log A/B ആയിരിക്കും. കേട്ടിട്ടുണ്ടായിരിക്കും ആ റിസൾട്ട്, ലോഗരിതത്തിന്റെ റിസൾട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നത് T1 മൈനസ് T2 ഈസ് ഇക്വൽ ടു C1 log R1 by log R2 എന്ന് നമുക്ക് ഒറ്റയടിക്കാൻ എഴുതാം.
ഇതിൽ നിന്ന് C1 കണ്ടുപിടിക്കാം. C1 ഈസിക്കൽ ടു ഈ log R1 by R2 അങ്ങ് അപ്പുറം കൊണ്ടുപോയാൽ മതി. അപ്പൊ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ log R1 by R2 എന്ന് കിട്ടും C1ന്റെ വാല്യൂ. ഇനി എന്തോ ചെയ്യുക, ഈ C1ന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, അതായത് എക്സിലോ വൈയിലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് C2ന്റെ വാല്യൂ കിട്ടും. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കൊടുത്തുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ T1 ഈസിക്കൽ ടു C1 log R1 പ്ലസ് C2 എന്നായിരുന്നു ഇക്വേഷൻ എക്സ് എന്ന് പറയുന്ന സാധനം. അതിൽ C1ന്റെ വാല്യൂ കൊടുത്താൽ T1 ഈസിക്കൽ ടു C1ന്റെ വാല്യൂ വരുന്നത് T1 മൈനസ് T2 ബൈ log R1 ബൈ R2 ആ വാല്യൂ ഇൻറ്റു log R1 പ്ലസ് C2 ഇങ്ങനെയല്ലേ വരുന്നത്. ഇതിൽ നിന്ന് C2 കണ്ടുപിടിക്കാം. അപ്പൊ C2 ഈസിക്കൽ ടു ബാക്കി എല്ലാത്തിനും ഞങ്ങൾ സമത്തിനപ്പുറം കൊണ്ടുപോയാൽ മതി. ഇപ്പൊ T1 ഓൾറെഡി ഉണ്ട്, മൈനസ് T1 മൈനസ് T2 ബൈ log R1 ബൈ R2 ഇൻറ്റു log R1. ഇപ്പൊ നമുക്ക് C1ന്റെ വാല്യൂയും കിട്ടി, അതുപോലെ C2ന്റെ വാല്യൂയും കിട്ടി. ഈ രണ്ട് വാല്യൂയും കൂടെ നമ്മൾ ഇക്വേഷൻ എയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ എ, അതായത് ഇതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. C1ന്റെ വാല്യൂയും കൊടുക്കണം, അതുപോലെ C2ന്റെ വാല്യൂയും കൂടെ കൊടുക്കണം. അപ്പൊ നമുക്ക് എഴുതാം T ഈസിക്കൽ ടു C1. C1ന്റെ വാല്യൂ എന്ന് പറയുന്നത് T1 മൈനസ് T2 ബൈ log R1 ബൈ R2 ഇൻറ്റു log R. C1 log R എന്നാണ് വരുന്നത്. അപ്പൊ ഇൻറ്റു log R പ്ലസ് C2. C2ന്റെ വാല്യൂ ഈ മേളിൽ കിടക്കുന്നതാണ്. T1 മൈനസ് T1 മൈനസ് T2 ബൈ log R1 ബൈ R2 ഇൻറ്റു log R1. ഇപ്പൊ ഒരു വലിയ ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അത് പേടിക്കണ്ട, നിങ്ങൾ തെറ്റിക്കാതെ എഴുതിയാൽ മതി. C1ന്റെയും C2ന്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് തെറ്റിക്കാതെ നമ്മൾ ആ T-യുടെ ഇക്വേഷനിൽ എഴുതി കൊടുക്കുക. ഈ ഇക്വേഷൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ടെമ്പറേച്ചറിന്റെ ഇക്വേഷനാണ് കിടക്കുന്നത്. ആരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്? ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ T-യുടെ ഇക്വേഷൻ ആറുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട്, അതായത് റേഡിയസ് മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എങ്ങനെ ആ വസ്തുവിൽ അതിന്റെ തിക്നെസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോന്നു എന്നുള്ള ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് dt/dr വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനെ ഒരു തവണ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, dt/dr ചെയ്യണം. അപ്പോൾ നോക്കേണ്ടത് 6 വരുന്ന ടേമുകളെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാ ടേമുകളും കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മനസ്സിലായത് വലിയ ഇക്വേഷൻ ആയിട്ട് കിടക്കുന്നതിൽ നിങ്ങൾ പേടിക്കേണ്ട. 6 വരുന്ന ടേം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കോൺസ്റ്റന്റുകളാണ്. ഇതിനകത്തൊന്നും 6 ഇല്ല, ഇതൊക്കെ R1 ഒക്കെ ഉള്ളൂ. അപ്പൊ അതെല്ലാം കോൺസ്റ്റന്റുകൾ. അപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് 0 ആയിട്ട് പോകത്തേ ഉള്ളൂ. ഇവിടെ log R വരുന്ന ടേമിനെ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ഇത്രയും കിടക്കുന്ന സാധനം ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്, അതിനെ മാറ്റി നിർത്തുക, log R-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. log R-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/R എന്ന് കിട്ടും. log X-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/X. അപ്പൊ log R-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/R. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നത് T1 മൈനസ് T2 ബൈ log R1 ബൈ R2 ഇൻറ്റു 1/R. ഇതാണ് dt/dr-ന്റെ വാല്യൂ. നമുക്ക് ഇനി Q-ന്റെ ഇക്വേഷൻ എഴുതാം. Q ഈസിക്കൽ ടു ഇക്വേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഫോറിയർ ലോ മൈനസ് KA dt/dr. dt/dx എന്നാണ് നേരത്തെ പറഞ്ഞത്. അത് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ എക്സ് അല്ല ഡയറക്ഷൻ, ഇവിടെ R ആണ് ഡയറക്ഷൻ. അതുകൊണ്ട് dt/dr എന്ന് എഴുതണം. അപ്പൊ മൈനസ് KA dt/dr ഈസിക്കൽ ടു, ഇനി ആ dt/dr-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ മൈനസ് കെ. അതുപോലെ ഏരിയയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമുക്ക് പടത്തിലൊന്ന് നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഈ ഫൊറിയർ ലോയിൽ എടുക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോർമൽ ഏരിയ, ഹീറ്റിന്റെ ഡയറക്ഷന് നോർമൽ ആയിട്ടുള്ള ഏരിയയാണ് എടുക്കേണ്ടത്. ഇവിടെ റേഡിയൽ ഡയറക്ഷൻ എന്ന് നമ്മൾ പറയുന്നു. റേഡിയൽ ഡയറക്ഷൻ അതായത് ഈ ഒരു ഡയറക്ഷൻ അല്ല പോകുന്നത്, ഇങ്ങനെ 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 ഇങ്ങനെ, അതായത് റേഡിയൽ ഡയറക്ഷൻ. അപ്പൊ ഈ ഒരു റേഡിയൽ ഡയറക്ഷന് നോർമൽ ഏരിയ എന്ന് പറഞ്ഞാൽ ദാണ്ട ഈ ഒരു സർഫസ് ഏരിയ വരും. ഈ ഒരു സർഫസ് ഏരിയ, ഈ ഒരു ചുറ്റിന്റെ സർഫസ് ഏരിയ ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. റേഡിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 ചുറ്റി ചുറ്റി പോകും. അപ്പൊ ഈ നോർമൽ ഏരിയ എടുക്കേണ്ടത് ഇതിന്റെ ഈ ഒരു ചുറ്റിന്റെ സർഫസ് ഏരിയ. നമുക്കറിയാം സിലിണ്ടറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ,
സിലിണ്ടറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് എന്നാണ് ഇക്വേഷൻ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr, റേഡിയസ് r ആണെങ്കിൽ 2πr ഇൻറ്റു ലെങ്ത് ഇൻറ്റു എൽ. 2πrl ആണ് സിലിണ്ടറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷന് നോർമൽ ആയിട്ടുള്ള ഏരിയ യഥാർത്ഥത്തിൽ സർഫസ് ഏരിയ ആയിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സർഫസ് ഏരിയ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം -KA, എയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് സിലിണ്ടറിന്റെ സർഫസ് ഏരിയ. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrl. ഒന്നുകൂടെ പറയാം, ഇവിടെ സർഫസ് ഏരിയ എടുക്കാൻ കാര്യം അത് റേഡിയൽ ഡയറക്ഷന്റെ നോർമൽ ഏരിയ സർഫസ് ഏരിയ ആയിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് സർഫസ് ഏരിയ എടുക്കാൻ കാര്യം. ഇപ്പൊ 2πrl ഇൻറ്റു, ഇനി dt/dr വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dt/dr എന്ന് പറയുന്നത് T1 - T2 ബൈ ലോഗ് R1 ബൈ R2 ഇൻറ്റു 1/r എന്നാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്. കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ വാല്യൂ വരുന്നത്, അതുപോലെ ഈ മൈനസ് സൈൻ ഉണ്ടല്ലോ, ഈ കിടക്കുന്ന മൈനസ് സൈൻ ഞാൻ ഇവിടെ ഇയാൾക്ക് കൊടുക്കുക, ഈ ലോഗ് R1/R2 എന്നുള്ള ടേമിന് കൊടുക്കുക. അപ്പൊ ഈ മൈനസ് സൈൻ ലോഗ് R1/R2 കൊടുത്താൽ അത് തിരിഞ്ഞ് ലോഗ് R2/R1 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. Q = 2πLk ഇൻറ്റു T1 - T2 ബൈ ലോഗ് R2/R1. ആ മൈനസ് സൈൻ കൊടുത്തപ്പോഴാണ് തിരിഞ്ഞത് ലോഗ് R2/R1. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. സിലിണ്ടറിന്റെ കണ്ടക്ഷന്റെ ഇക്വേഷൻ Q = 2πLk T1 - T2 ബൈ ലോഗ് R2/R1. പക്ഷെ നമ്മൾ ഈ രീതിക്കല്ല കണക്ക് ചെയ്യുന്നില്ല, ഇലക്ട്രിക്കൽ അനലോഗി എന്നുള്ള രൂപത്തിൽ വെച്ചിട്ട് ആ കണക്കുകൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ആ ഇലക്ട്രിക്കൽ അനലോഗി രൂപത്തിൽ എഴുതുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞതാ, ഇലക്ട്രിക്കൽ അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q = ΔT ഡിവൈഡഡ് ബൈ RTh എന്നുള്ള ഫോമിൽ എഴുതണം. ΔT മാത്രം മേളിലിട്ടുകൊണ്ട് ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം. അതാണ് ഇലക്ട്രിക്കൽ അനലോഗിയുടെ രീതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേ, ΔT എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുണ്ട്, T1 - T2 എന്ന് പറയുന്ന ആളുണ്ട്. ബാക്കി എന്തൊക്കെ മേളിലുണ്ടോ അവരെ താഴെ കൊണ്ടുവരിക. അപ്പൊ 2πLk എന്ന് പറയുന്ന ഒരു ടേം മേളിൽ കിടക്കുന്നത്, അത് താഴെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ ലോഗ് R2/R1 അടിയിൽ വരും. അപ്പൊ നമുക്ക് എഴുതാം ലോഗ് R2/R1 ബൈ 2πLk എന്നുള്ള രൂപത്തിൽ വരും. അപ്പൊ ഇതാണ് ഇലക്ട്രിക്കൽ അനലോഗി രൂപത്തിൽ എഴുതി കഴിഞ്ഞാലുള്ള ക്യൂവിന്റെ ഇക്വേഷൻ. നമുക്ക് ഇതാണ് വേണ്ടത്. അതിൽ തന്നെ നമുക്ക് കാണാൻ പഠിക്കേണ്ടത് ഈ സംഭവമാണ് കാണാൻ പഠിക്കേണ്ടത്. അതായത് ഈ സാധനം ഏതാ, ലോഗ് R2/R1 ബൈ 2πLk. അതാണ് സിലിണ്ടറിന്റെ കേസിലെ തെർമൽ റെസിസ്റ്റൻസ്. RTh അല്ലേ കിടക്കുന്നത്, RTh ഇക്വലന്റിൽ കിടക്കുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ കേസിലെ തെർമൽ റെസിസ്റ്റൻസ് ആണ് അത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എടുത്തൊന്ന് എഴുതി വെക്കാം. RTh = ലോഗ് R2/R1 ബൈ 2πLk. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേക്കണം. സിലിണ്ടറിന്റെ തെർമൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇന്നതാണ് എന്ന് പഠിച്ചു വെച്ചേക്കണം. ലോഗ് R2/R1 ഡിവൈഡഡ് ബൈ 2πLk. ഇന്നലെ നമ്മൾ പ്ലെയിൻ വോളിന്റെ തെർമൽ റെസിസ്റ്റൻസ് പഠിച്ചു, അത് L/Ka ആയിരുന്നു. ഓർമ്മയുണ്ടായിരിക്കും, L/Ka. അതുപോലെ സിലിണ്ടറിന്റെ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം, ലോഗ് R2/R1 ഡിവൈഡഡ് ബൈ 2πLk. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ കോമ്പോസിറ്റും കൂടെ നമുക്ക് പറയാം. അപ്പൊ അടുത്ത പേജിൽ കോമ്പോസിറ്റ് സിലിണ്ടർ. അപ്പൊ ഇതിന്റെ കണക്ക് ചോദിക്കും, കോമ്പോസിറ്റ് സിലിണ്ടറിന്റെ കണക്ക് ചോദിക്കും. അപ്പൊ ഞാൻ കോമ്പോസിറ്റ് സിലിണ്ടർ വരയ്ക്കുകയാണ്. കോമ്പോസിറ്റ് സിലിണ്ടർ ഞാൻ മൊത്തത്തിൽ വരയ്ക്കുന്നില്ല, എൻ്റെ ഒരു ക്വാർട്ടർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഒരു 4/1 ഭാഗം മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതായത് ഇതൊരു സിലിണ്ടർ, ഇതിന്റെ മേളില് വേറൊരു സിലിണ്ടർ, രണ്ട് സിലിണ്ടർ, രണ്ട് കോമ്പോസിറ്റ് വെച്ചാൽ മതി.
ഇപ്പോൾ റേഡിയസ് എടുക്കുകയാണെങ്കിൽ R1 R2 R3, ടെമ്പറേച്ചർ T1 T2 T3. അതുപോലെ വേറൊരു കാര്യം, ഇതിന്റെ അകത്ത് ഈ അകത്ത് ഭാഗത്ത് ഒരു ഗ്യാസ് മീഡിയം ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ T ആൽഫ, ഈ അകത്തെ ടെമ്പറേച്ചർ T ആൽഫ 1, അതുപോലെ പുറത്തുള്ള ടെമ്പറേച്ചർ T ആൽഫ 2. അതായത് ഒരു പൈപ്പ്, ഒരു ഇൻസുലേറ്റഡ് പൈപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഒരു സ്റ്റീൽ പൈപ്പിന്റെ മേളിൽ എന്തെങ്കിലും ഇൻസുലേഷൻ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു രീതി. അപ്പൊ ആ പൈപ്പിന്റെ അകത്ത് T ആൽഫ 1 ടെമ്പറേച്ചറും പൈപ്പിന്റെ പുറത്ത് T ആൽഫ 2 ടെമ്പറേച്ചറും, അതുപോലെ അവിടുത്തെ കൺവെക്ഷൻ കോഎഫിഷ്യന്റ് H1 ഏറ്റവും വെളിയിലെ കൺവെക്ഷൻ കോഎഫിഷ്യന്റ് H2, ഈ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി K1 അതുപോലെ K2. അപ്പൊ ഇതും പഴയ രീതിയിൽ തന്നെ നമുക്ക് പറയാം. മറ്റേത് മനസ്സിലായെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് പോകുന്നതിന്റെ കാര്യം പറയാം. ഹീറ്റ് പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യും, ഇത്രയും ഭാഗത്ത് കണ്ടക്ട് ചെയ്യും, കൺവെക്ട് ചെയ്യും, ഇത്രയും ഭാഗത്ത് കൺവെക്ട് ചെയ്യും. ഇതിനകത്തൂടെ ഈ ഒരു ഭാഗത്തൂടെ കണ്ടക്ട് ചെയ്യും, അടുത്തത് ഭാഗത്തൂടെയും കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞ് കൺവെക്ഷൻ നടക്കും. അപ്പൊ മൊത്തം എത്ര മോഡുകളുണ്ട്? 1 2 3 4. അപ്പൊ 4 മോഡ് ഉണ്ടെങ്കിൽ 4 റെസിസ്റ്റൻസും വരും. ഇപ്പോൾ നമുക്ക് നോക്കാം, അതങ്ങ് വരയ്ക്കാം. ഫസ്റ്റ് ഒരു കൺവെക്ഷൻ, അത് കഴിഞ്ഞ് കണ്ടക്ഷൻ, ഒരു കൺവെക്ഷൻ അകത്ത്. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം R1 R2 R3 R4. ഇങ്ങനെയാണ് പേര് വരുന്നത്. ഇനി ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് R1ന്റെ വാല്യൂ, R1 = നമുക്കറിയാം R1ന്റെ വാല്യൂ കൺവെക്ഷൻ. R1 എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. അപ്പൊ സോറി, ഇപ്പൊ ഇവിടെ ടെമ്പറേച്ചർ എഴുതിയതിൽ ഒന്ന് ഞാൻ ഒന്ന് തിരുത്തി എഴുതുക. അപ്പൊ ഇത് T ആൽഫ 2 എന്നും ഇത് H2 എന്ന് കൊടുത്തതിന് വരെ ഈ അകത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് T ആൽഫ 2 എന്നും H2 എന്നും തന്നെ കിടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ R1ന്റെ വാല്യൂ, നിങ്ങളിപ്പോ ഇവിടെ ഞാൻ പേര് കൊടുത്തേക്കുന്നത് ഏറ്റവും വെളിയിലാണ് R1 കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരുന്നത് R1 എന്ന് പറയുമ്പോൾ ഈ പടത്തിനനുസരിച്ചാണെങ്കിൽ 1/HA, കൺവെക്ഷന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/HA ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ ഇക്വേഷൻ വരും 1/H2. ഏറ്റവും വെളിയിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H2 ആണ്. അപ്പൊ 1/ അല്ലെങ്കിൽ വേണ്ട, തിരുത്താൻ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോ. ഒരു കാര്യം ചെയ്യാം, ഈ റെസിസ്റ്റൻസിന്റെ പേര് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് R1, ഇത് R2, ഇത് R3, ഇത് R4. ഇപ്പൊ ഓക്കെ ആവും, ഇനിയിപ്പോ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R1 എന്ന് പറയുന്നത് 1/HA എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ R1 അകത്തുള്ളതാണ്, അവിടുത്തെ കൺവെക്ഷൻ കോഎഫിഷ്യന്റ് H1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ H-ന് വരെ നമ്മൾ H1 എന്ന് കൊടുക്കണം. അതുപോലെ A എന്ന് പറയുന്നത് സർഫസ് ഏരിയ എപ്പോഴും കൊടുക്കണം. കൺവെക്ഷന്റെ കേസിലെ ഏരിയ എന്ന് പറയുന്നത് ഒന്നും നോക്കണ്ട, സർഫസ് ഏരിയ. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ ഇക്വേഷൻ അഗൈൻ നേരത്തെ പറഞ്ഞതാ 2πRL ആണ് സർഫസ് ഏരിയ. അപ്പോ 1/H1 × 2πRL എന്നാണ് വരുന്നത്. ഇത് ഏത് R എടുക്കണം? R1 എടുക്കണോ, R2 എടുക്കണോ, R3 എടുക്കണോ? നിങ്ങൾ നോക്കുക, എവിടെയാണ് വന്നേക്കുന്നത്? അകത്താണ് വന്നേക്കുന്നത്. അകത്തെ റേഡിയസ് എന്ന് പറയുന്നത് R1 ആണ്. അപ്പൊ 2πR1 × L. അതുപോലെ ഇനി അടുത്ത R2 എന്ന് പറയുന്നത് നോക്കുക, R2 കണ്ടക്ഷൻ ആണ് വരുന്നത്. R2 ഇവിടെ വരുന്നതാ, കണ്ടക്ഷൻ ആണ്. അപ്പൊ കണ്ടക്ഷൻ, സിലിണ്ടറിന്റെ കണ്ടക്ഷന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. log R2/R1 / 2πL K1. ഒന്നാമത്തെ കണ്ടക്ഷന്റെ കണ്ടക്ടിവിറ്റി K1 ആണ്. സിമിലർലി R3 നമുക്ക് എഴുതാം. R3 എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടക്ഷനാണ്, രണ്ടാമത്തെ മെറ്റീരിയലിനകത്തുള്ള കണ്ടക്ഷൻ, അതായത് ഈ ഭാഗത്ത്. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ നമ്മൾ എഴുതുക log R2/R1 എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, പടം നോക്കുക, റേഡിയസ് എവിടുന്ന് എവിടം വരെയാ? R2 മുതൽ R3 വരെയുള്ള സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അപ്പം നമ്മൾ പേര് കൊടുക്കേണ്ടത് log R3/R2 / 2πL കണ്ടക്ടിവിറ്റി K2. അപ്പൊ എന്തുകൊണ്ട് R3/R2 വന്നേന്ന് അറിയാലോ?
R2 മുതൽ R3 വരെ ആ കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് R2/R1 എന്നുള്ളതിന് വരെ R3/R2 എന്ന് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഓരോന്നും അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് കൂട്ടി കൊണ്ടുപോകണം. ഇനി അടുത്തത് R4 എന്ന് പറയുന്നത്. R4 നിങ്ങൾ നോക്കുക. R4 എന്ന് പറഞ്ഞ കൺവെക്ഷന് ഏറ്റവും വെളിയിൽ വരുന്ന കൺവെക്ഷൻ. നമ്മുടെ ഈ ഉദാഹരണമാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ നമുക്കറിയാം 1/H2 ആണ്. 1/H2 എഗെയിൻ ഏരിയ നോക്കണം. ഏരിയ സർഫസ് ഏരിയ, കൺവെക്ഷൻ്റെത് സർഫസ് ഏരിയ വരുന്നത്. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ, ഏറ്റവും പുറത്തെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2πr3 × L. ഏറ്റവും പുറത്തെ, ഏറ്റവും വെളിയിലെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2πr3 × L. അപ്പൊ ഇങ്ങനെ നമുക്ക് റെസിസ്റ്റൻസുകൾ എഴുതാം. എഗെയിൻ നേരത്തെ പോലെ ക്യൂവിന്റെ ഇക്വേഷൻ എഴുതാം. ക്യൂവിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = ΔT / RTH എന്നാണ്. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ടെക്നിക്ക് പറഞ്ഞതാ, എവിടുന്ന് എവിടം വരെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ എടുക്കുന്നോ അവിടുന്ന് അവിടം വരെയുള്ള റെസിസ്റ്റൻസും എടുക്കണം. അതെല്ലാം പഴയ രീതിയിൽ തന്നെ. ഒരു ഉദാഹരണം എഴുതാം. Q = ഞാൻ എടുക്കുന്ന ടെമ്പറേച്ചർ T∝1 - T∝2 എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേ അറ്റം മുതൽ ഏറ്റവും ഇങ്ങേ അറ്റം വരെ, ഏറ്റവും അകത്ത് മുതൽ ഏറ്റവും പുറത്ത് വരെ T∝1 - T∝2. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ റെസിസ്റ്റൻസ് എടുക്കണം? അത് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ റെസിസ്റ്റൻസും എടുക്കണം. R1, R2, R3, R4 എല്ലാം വരും. വേറൊരു ഉദാഹരണം, ഇൻ കേസ് ഇനി ഞാൻ എടുക്കുന്നത് T2 മുതൽ T3 എടുത്തു. ഒരു ഉദാഹരണം, T2 മുതൽ T3, Q സെയിം തന്നെയാണ്. T2 to T3. അപ്പൊ നോക്കേ, T2 to T3 എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടെ വരെ, അതായത് ഈ ഒരു ഭാഗമാണ് T2 to T3 വരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. അതിന്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഏതൊക്കെ മാത്രമേ വരൂ? R3 മാത്രമേ വരത്തുള്ളൂ. അപ്പൊ R3 മാത്രം എടുത്താൽ മതി. T2 - T3 / R3. അപ്പോ ഇതാണ് സിലിണ്ടറിന്റെ കേസിൽ പറയാനുള്ളത്. അപ്പൊ കണക്ക് എല്ലാം ഇതേ രീതിയിലായിരിക്കും കണക്ക് വരുന്നത്. അതുപോലെ ആ ഡെറിവേഷന് നിങ്ങൾ പഠിച്ചോളുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹോളോസ്പിയർ. അതിന്റെയും കണക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹോളോസ്പിയർ. അപ്പൊ അതിനകത്ത് ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം കാണാൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോ അതിന്റെ ഇക്വേഷൻ വരുന്നത് Q = ΔT / RTH എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഹോളോസ്പിയറിന്റെ RTHന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചേക്കുക. സ്പിയറിന്റെ RTHന്റെ ഇക്വേഷൻ R2 - R1 / 4πr1r2k. ഇതാണ് ഇക്വേഷൻ. ഹോളോസ്പിയർ എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ ഫോമിൽ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഹോളോസ്പിയർ. രണ്ട് റേഡിയസ്, R1 റേഡിയസ്, R2 ഔട്ടർ റേഡിയസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ RTHന്റെ ഇക്വേഷൻ, തെർമൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇതാണ്. R2 - R1 / 4πr1r2k. ഇത് വേറെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതും നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ കൺവെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ കൂടെ, കൺവെക്ഷൻ വരുമ്പോഴുള്ള ഇക്വേഷൻ, R കൺവെക്ഷൻ, ഏറ്റവും പുറത്തോ അകത്തോ ഒക്കെ കൺവെക്ഷൻ വരാമല്ലോ. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് 1/HA എന്നാണ്. അതില് ഈ H ഏരിയ എടുക്കണമല്ലോ. ഏരിയ, സിലിണ്ടറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു 2πRL എന്നായിരുന്നു. അതുപോലെ സ്പിയറിന്റെ സർഫസ് ഏരിയ പഠിച്ചു വെച്ചേക്കണം, 4πr² എന്നാണ് സ്പിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ, 4πr². ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 4πr² ആണ് സ്പിയറിന്റെ സർഫസ് ഏരിയ എന്നുള്ളത്. അപ്പൊ ഇതിലും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് കോമ്പോസിറ്റ് സ്പിയറുകൾ വരാം. ഒന്നിലധികം സ്പിയറുകൾ അടുക്കി വെച്ചേക്കുന്ന രൂപത്തിലുള്ളത് കണക്കുകൾ വരാം. അപ്പൊ അതും നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അത് ഇനിയിപ്പോ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന PDF-ൽ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അത് എന്തുവാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം എന്തുവാണ് ഇൻസുലേഷൻ എന്നുള്ളത് നോക്കണം. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി, കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി
ഒരു സർഫസിന്റെ മേളിൽ നമ്മൾ കൊടുക്കുന്ന കോട്ടിങ്ങിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോട്ടിങ് വളരെ കണ്ടക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ കണ്ടക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കണ്ടക്ഷൻ കുറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്, ഒരു കോട്ടിങ് കൊടുക്കുന്നതിനെ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്തുവാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ? അത് ഇതിനകത്താണ് നമ്മളെ ഈ സിലിണ്ടറിനാണ് ഇത് വരുന്നത്. സിലിണ്ടറിലും സ്പിയറിലും വരാം. അപ്പൊ നമ്മളിപ്പോ നോക്കുന്ന സിലിണ്ടറിന്റെ കേസാണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പോൾ എന്തു സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഇപ്പം ഇതുപോലൊരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസ് എടുത്തു, ഇതിന്റെ മേളില് നമ്മൾ ഇൻസുലേഷൻ കൊടുത്തു. ഇതിന്റെ മേളിൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കോട്ടിങ് നമ്മൾ മേളിലോട്ട് വീണ്ടും കൊടുക്കുന്നതിനെയാണ് ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അത് എത്ര തിക്നെസ് നമ്മൾ മേളിലോട്ട് കൂട്ടിക്കൊണ്ടിരുന്നാൽ പോലും ഇതിന്റെ ഈ ഏരിയക്ക്, ഈ കാണുന്ന സർഫസ് ഏരിയക്ക് മാറ്റം വരുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ അതിന്റെ മേളിൽ ഇനി എത്ര കനത്തിൽ നമ്മൾ ഇൻസുലേഷൻ കൊടുത്താലും അതിന്റെ ഈ ടോപ്പ് സർഫസ് ഏരിയക്ക് മാറ്റം വരുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ടോപ്പ് സർഫസ് ഏരിയയിൽ നിന്ന് കൺവെക്ഷൻ നടക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൺവെക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ടോപ്പ് സർഫസ് ഏരിയ കൂടുവാണെങ്കിൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ കണ്ടക്ഷൻ കുറയുമെങ്കിലും ഇതിന്റെ തിക്നെസ് കൂടുമ്പോൾ, കട്ടിയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽ നല്ല കനത്തിൽ കൊടുക്കുമ്പോൾ കണ്ടക്ഷൻ കുറയുമെങ്കിലും ചിലപ്പോൾ കൺവെക്ഷൻ എന്ന് പറയുന്ന റേറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇത് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു കുഴപ്പം ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിൽ വരത്തില്ല. കാരണം എത്ര മേളിലോട്ട് നമ്മൾ ആഡ് ചെയ്താലും ഇതിന്റെ സർഫസ് ഏരിയയ്ക്ക് വ്യത്യാസം വരുന്നില്ല. പക്ഷെ ആ കേസ് അല്ല സിലിണ്ടറിന്റെ കേസിൽ വരുന്നത്, സിലിണ്ടറിന്റെ അതുപോലെ സ്പിയറിന്റെയും കേസിൽ വരുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ കേസിൽ നമ്മൾ ഇതിന്റെ മേളിലോട്ട് ഇൻസുലേഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയസ്, വലിയ റേഡിയസിലുള്ളത് കൊടുക്കുക എന്ന് അതിന്റെ അർത്ഥം. ഇതിന്റെ മേളിൽ ഒരു കോട്ടിങ് കൊടുക്കും, ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുക്കും. അപ്പൊ ആ കോട്ടിങ്ങിന്റെ റേഡിയസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും, ഇതിന്റെ മേളിലുള്ള സർഫസ് ഏരിയ, അതായത് ഈ കോട്ടിങ്ങിന്റെ സർഫസ് ഏരിയയും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഫ്ലാറ്റ് പ്ലേറ്റിൽ അങ്ങനെ ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു, സർഫസ് ഏരിയ കൂടുന്നില്ലായിരുന്നു. അതേസമയം സിലിണ്ടറിലോ സ്പിയറിലോ നമ്മൾ റേഡിയസ് കൂടുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് സർഫസ് ഏരിയയും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. കണ്ടക്ഷൻ കുറയുമെങ്കിലും കൺവെക്ഷന്റെ റേറ്റ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ചാടി കയറി പറയാൻ പറ്റത്തില്ല ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുമോ കുറയുമോ എന്നുള്ളത്. ചാടി കയറി പറയാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ് ഡൊമിനന്റ്, കണ്ടക്ഷൻ ആണോ കൺവെക്ഷൻ ആണോ ഡൊമിനന്റ് എന്നുള്ളതിനെ അനുസരിച്ച് അത് വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഗ്രാഫ്, ഇതിന്റെ സ്റ്റഡി നടത്തുമ്പോൾ ഒരു ഗ്രാഫ് കിട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും റേഡിയസും തമ്മിലുള്ള ഗ്രാഫാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ വായിക്കുവാണ്. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും റേഡിയസും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ റഫായിട്ട് വരയ്ക്കുവാണ്. ഹീറ്റ് വൈ ആക്സിസിൽ, റേഡിയസ് എക്സ് ആക്സിസിൽ. ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് ആണ് കേട്ടോ, ഏറ്റവും ഔട്ടറിലെ റേഡിയസ് ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതാണ് ഇൻസുലേഷന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇൻസുലേഷൻ കൊടുക്കുന്നതിന്റെ ഔട്ടർ റേഡിയസ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരു കർവ് വന്ന് ഇങ്ങനെ ഒരു പീക്ക് ചെയ്തതിന് ശേഷം അത് കുറഞ്ഞു വരും. അതായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആദ്യത്തെ കുറച്ച് ഭാഗം വരെ നമ്മൾ റേഡിയസ് കൂട്ടുന്നതനുസരിച്ച്, റേഡിയസ് നമ്മൾ കൂട്ടുന്നത് ഇൻസുലേഷൻ കൂടും എന്നുള്ള, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ആദ്യം റേഡിയസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ആദ്യത്തെ കുറച്ച് റേഡിയസ് വരെ, ഈ ഒരു ഭാഗം വരെ നമ്മൾ റേഡിയസ് കൂട്ടുന്നതനുസരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഗ്രാഫിന്റെ ഷേപ്പ് അങ്ങനെയല്ലേ വന്നേക്കുന്നത്. റേഡിയസ് കൂടുന്നതനുസരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും കൂടിക്കൊണ്ടിരിക്കും ഒരു പർട്ടിക്കുലർ റേഡിയസ് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയസ് എത്ര കൂടുതൽ കൊടുക്കുന്നോ അതനുസരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏത് പോയിന്റിലാണ് ഇത് മാക്സിമം എത്തുന്നത്? അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടി 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 ഒരു മാക്സിമം എത്തുന്ന പോയിന്റ് ഉണ്ട്. അതായത് ഈ പോയിന്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ്, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് മാക്സിമം എത്തുന്ന റേഡിയസിനെയാണ് ക്രിട്ടിക്കൽ റേറ്റ്. അതിനുശേഷം നമ്മൾ റേഡിയസ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ഗുണം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ കൊണ്ട് ഗുണം ഉണ്ടായി, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഗ്രാഫ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ, ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പൊ അതിനെന്തോ ചെയ്താൽ മതി, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് മാക്സിമം എത്തുന്ന കണ്ടീഷൻ നമ്മൾ നോക്കിയാൽ പോരെ. മാക്സിമ മിനിമ എന്ന് പറയുന്ന
കണ്ടീഷൻ എടുത്താൽ മതി. അത് നമുക്ക് പറയാം. മാക്സിമം മിനിമം എന്തോന്ന് ഞാൻ പറയാം. എനിക്കൊന്ന് മാത്സിൽ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാണ്ടേ ഒരു ഹോളോ സിലിണ്ടർ കൺസിഡർ ചെയ്തു. ഹോളോ സിലിണ്ടർ, ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2, അതുപോലെ ടെമ്പറേച്ചർ, ഏറ്റവും അകത്തെ ടെമ്പറേച്ചർ T1, ഏറ്റവും പുറത്തെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ T∞. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിലിണ്ടർ കൺസിഡർ. ഇതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ഈ വരച്ചിരിക്കുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണത്. ഈ ഇൻസുലേഷന്റെ ഇതാണ് നമ്മൾ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇതിനകത്ത് 2 റെസിസ്റ്റൻസ് വരും. നമ്മൾ ഇവിടുന്ന് ഈ T1 മുതലേ എടുക്കുന്നുള്ളൂ. അപ്പം ഇവിടുന്ന് ഇവിടം വരെ ഒരു കണ്ടക്ഷൻ റെസിസ്റ്റൻസും വരും. അത് കഴിഞ്ഞ് ഒരു കൺവെക്ഷൻ റെസിസ്റ്റൻസും വരും. ഇത്രയാണ് വരുന്നത്. അപ്പൊ ആദ്യം ഒരു കണ്ടക്ഷൻ റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞ് ഒരു കൺവെക്ഷൻ റെസിസ്റ്റൻസ്. ഇങ്ങനെ 2 റെസിസ്റ്റൻസ് ആണ് T1നും T∞ ഇടയിൽ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യൂവിന്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ക്യൂ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ RTH എന്നാണ് ജനറൽ ഇക്വേഷൻ. ഡെൽറ്റ ടി എവിടുന്ന് എവിടം വരെ എടുക്കുന്നോ അവിടുന്ന് അവിടം വരെയുള്ള RTH എടുക്കുക. ഞാൻ എടുക്കുന്ന ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് T1 മുതൽ T∞ വരെയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കേണ്ടത് നിങ്ങൾ നോക്കുക. T1 മുതൽ T∞ വരെ ഏതൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്? 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു R കണ്ടക്ഷൻ, അതുപോലെ ഒരു R കൺവെക്ഷൻ. ഈ 2 റെസിസ്റ്റൻസാണ് വരുന്നത്. ഇനി അവരുടെ വാല്യൂസ് നമുക്ക് എഴുതാം. T1 മൈനസ് T∞ ഡിവൈഡഡ് ബൈ R കണ്ടക്ഷൻ ഇക്വേഷൻ. അതൊരു സിലിണ്ടർ ആണ്. കണ്ടക്ഷനിൽ ഒരു സിലിണ്ടറിന്റെ കണ്ടക്ഷന്റെ റെസിസ്റ്റൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ലോഗ് R2 ബൈ R1 ഡിവൈഡഡ് ബൈ 2πLK പഠിച്ചതാണ്. പ്ലസ് R കൺവെക്ഷൻ ഇക്വേഷൻ. R കൺവെക്ഷൻ ഇക്വേഷൻ 1/HA എന്നാണ്. അപ്പൊ അതിലെ ഏരിയ എന്ന് പറയുന്നത് ഔട്ടർ സർഫസ് ഏരിയ, സിലിണ്ടറിന്റെ ഔട്ടർ സർഫസ് ഏരിയ എടുക്കണം. അതിന്റെ ഇക്വേഷൻ 2πR2L. ഏറ്റവും വെളിയിലുള്ള കൺവെക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഔട്ടർ സർഫസ് ഏരിയ എടുക്കണം, 2πR2L. അപ്പൊ ഇക്വേഷൻ കിട്ടി നമുക്ക്. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്. ഇവിടെ ഒരു 2πL അടിയിൽ കിടപ്പുണ്ട്, ഇവിടെയും ഒരു 2πL അടിയിൽ കിടപ്പുണ്ട്. അതിനെ കോമൺ എടുത്തിട്ട് ഇനി മേളിൽ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈസിക്കൽ ടു 2πL ഇൻറ്റു T1 മൈനസ് T∞ ഡിവൈഡഡ് ബൈ ഇനി അടിയിൽ കിടക്കുന്നത് ലോഗ് R2 ബൈ R1 ബൈ K അവശേഷിക്കുന്നത്, പ്ലസ് 1/R2 ഇൻറ്റു H. ഇത്രയാണ് അവശേഷിക്കുന്നത്. അപ്പൊ ഇതാണ് ക്യൂവിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, ഈ ഗ്രാഫിൽ നോക്കിയിട്ട് നമ്മൾ മാക്സിമ മിനിമയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. അതായത് ക്യൂ മാക്സിമം ആവുന്ന അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടുത്തെ റേഡിയസ് ക്യൂ മാക്സിമം ആവുന്ന റേഡിയസ്, അതിനെയാണ് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ക്യൂ മാക്സ്. അപ്പൊ ഒരു വസ്തുവിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുന്നത്, ഇത് നമ്മൾ മാത്സിൽ എവിടെയോ പഠിച്ചിട്ടുള്ളതാ. മാക്സിമ മിനിമ എന്ന് പറയുന്ന കണ്ടീഷൻ, മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാനുള്ള രീതി. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഏത് വസ്തുവാണോ വേരി ചെയ്യുന്നത്, ഇവിടെ ക്യൂ ആണ് വേരി ചെയ്യുന്നത്, ആരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണോ വേരി ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഔട്ടർ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്താൽ വേരി ചെയ്യുന്നത്. R2 എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്യൂ വേരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂവിനെ R2 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ളതായിരിക്കും ഇത്. മാക്സിമ മിനിമ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ അതാണ് കണ്ടീഷൻ. നമ്മളപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു for maximum Q, which implies dQ by dR2. ആരാണോ വേരി ചെയ്യുന്നത്, ക്യൂ ആണ് വേരി ചെയ്യുന്നത്. ആരെ ഡിപ്പെൻഡ് ചെയ്താണോ വേരി ചെയ്യുന്നത്, R2വിനെ ഡിപ്പെൻഡ് ചെയ്താണ് വേരി ചെയ്യുന്നത്. അപ്പൊ dQ by dR2 ഈസിക്കൽ ടു 0. അപ്പൊ ക്യൂവിനെ R2 വെച്ച് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കാം. ഡിഫറൻഷിയേഷൻ, ക്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ 0 ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 2πL ഇൻറ്റു T1 മൈനസ് T2 കോഎഫിഷ്യന്റ് ആയിട്ട് മാറി നിൽക്കുക. അപ്പൊ ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് നമുക്ക് അതിനെ കളയാം, അവനെ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ 2πL T1 മൈനസ് T∞ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ നോക്കേണ്ടത്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 1 ബൈ ഈ ഒരു വാല്യൂ ആണ്, ഈ ഇത്രയും വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്.
ഇതിനെയാണ് ഡിഫറൻഷിയേറ്റ്. അപ്പൊ 1 ഈ ഒരു ടേമിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 1 ഈ ഒരു ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഇൻറ്റു, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ് ന്യൂമറേറ്റർ, 1 ഇത്രയെന്നാണ് കിടക്കുന്നത്. അപ്പം 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 1ന്റെ ഡെറിവേറ്റീവ് അത് 0 വരും. അപ്പൊ രണ്ടാമത്തെ ടേം എടുക്കേണ്ട കാര്യമില്ല. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പൊ നമുക്കത് എഴുതാം. അപ്പം ഡിഫറൻഷിയേഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും അത് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ എഴുതുവാണ്, ശ്രദ്ധിച്ചോളുക. ന്യൂമറേറ്റർ ഇൻറ്റു, ഇവിടുത്തെ കേസിൽ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടുത്തെ കേസിൽ 2πl t1 - t alpha ന്യൂമറേറ്റർ, പക്ഷെ അപ്പുറത്ത് 0 ആയതുകൊണ്ട് ഞാൻ അതങ്ങ് കളഞ്ഞു. അത് ഒരു എഴുതേണ്ട കാര്യമില്ല, നമുക്ക് അത് കളയാം. അപ്പൊ അതുകൊണ്ടാണ് 1 ഇൻറ്റു എന്ന് എഴുതിയിരിക്കുന്നത്. 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. ഇനി നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ നോക്കാം. ഇപ്പൊ ഒരു വലിയ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യം നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടത് ഇയാടതാണ്. log r2/r1/k യുടെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് 1/k. ഞാൻ ഇനി മാറ്റി നിർത്തി. 1/k ഇൻറ്റു log r2/r1ന്റെ ഡെറിവേറ്റീവ്. നമുക്കറിയാം log x-ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പക്ഷെ ഇവിടെ x എന്നുള്ള രൂപത്തിലല്ല കിടക്കുന്നത്, r2/r1 എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ log x ആണെങ്കിൽ 1/x എന്ന് വന്നേനെ, log r2/r1 ആണെങ്കിൽ 1/r2/r1 എന്ന് വന്നേനെ. 1/r2/r1 തിരിച്ച് കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ r1/r2 എന്ന് വരും. അപ്പൊ അത് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ log r2/r1ന്റെ ഡിഫറൻഷ്യൽ, log r2/r1ന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 1/r2/r1 എന്നാണ്. 1/r2/r1നെ തിരിച്ചെഴുതിയപ്പോൾ r1/r2 എന്ന് കിട്ടി. തീർന്നില്ല, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. കാരണം log x log r2 എന്നല്ല കിടക്കുന്നത്, log r2/r1 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇനി ആ 1/r1 കോഎഫിഷ്യന്റ് അങ്ങ് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം. അപ്പോഴേ ചെയിൻ റൂൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഈ r1ഉം കൂടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പ്ലസ് ഇനി 1/r2h. അപ്പൊ അവിടെ നോക്കുക, 1/r2 1/x-ന്റെ ഡിഫറൻഷ്യല് മൈനസ് 1/x² എന്നാണ്. അപ്പോൾ 1/r2 എന്ന് പറയുമ്പോൾ മൈനസ് 1/r2² എന്ന് വരും. അപ്പൊ ഈ പ്ലസിന്റെ അവിടെ നമുക്ക് മൈനസ് ഇടാം എന്നുണ്ടെങ്കിൽ മൈനസ്, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ് 1/r2² ഇൻറ്റു കോഎഫിഷ്യന്റ് മാറ്റി നിർത്തി 1/h. അതാണ് കിട്ടുകൊടുക്കുക. അപ്പം ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ അത് കഴിഞ്ഞു, മൈനസ് ഡിനോമിനേറ്റർ ഇൻറ്റു, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം അടിയിൽ കിടക്കുന്ന ഈ വലിയ വാല്യൂ ആണ്, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും. അപ്പൊ ഇത് 0 ആയി പോകും രണ്ടാമത്തെ ടേം. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. ഇപ്പൊ ഡിനോമിനേറ്റർ സ്ക്വയർ ഇടേണ്ട കാര്യമില്ല, കാരണം ഇപ്പുറത്ത് നമ്മളിപ്പോ ഓൾറെഡി 0 ഇട്ടേക്കുന്നത് കൊണ്ട് പിന്നെ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും ഇടേണ്ട കാര്യമില്ല. അത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ വാരി വലിച്ച് എഴുതുന്നില്ല. അപ്പം നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡിനോമിനേറ്റർ സ്ക്വയർ ഞാൻ എഴുതുന്നില്ല. അപ്പൊ പിന്നെ ഈ -0 ഇതും മായ്ച്ച് കളയാം. =0 എന്ന് മാത്രം നമ്മൾ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ ഇതേ =0 എന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ബാക്കി അവശേഷിക്കുന്നത് 1/r2k മൈനസ് 1/r2² എന്ന് വരും. അടുത്ത പേജിൽ എഴുതാം, 1/r2k മൈനസ് 1/r2² h=0. ഒന്ന് അറേഞ്ച് ചെയ്താൽ 1/r2k പുറം കൊണ്ടുപോയ 1/r2² h. നമുക്ക് ഈ r2² ഈ ഒരു r2 കൂടെ വെട്ടിപ്പോവും. ഇതിൽ നിന്ന് നമ്മൾ r2 കണ്ടുപിടിക്കുക. r2 സോൾവ് ചെയ്യുമ്പോൾ k/h എന്ന് കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ ഈ r2 എന്ന് പറയുന്നത് ഏത് കണ്ടീഷൻ വെച്ചാൽ ചെയ്തേ, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് മാക്സിമം എന്നുള്ള രൂപത്തിലാണ്, അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ചെയ്തു തന്നെ. അപ്പൊ ഈ കിട്ടുന്ന r2 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റേഡിയസ് ആയിരിക്കും. അപ്പൊ ഇതാണ് r ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ r ക്രിട്ടിക്കലിന്റെ സിലിണ്ടറിന്റെ r ക്രിട്ടിക്കലിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. r ക്രിട്ടിക്കൽ k/h. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഒന്ന് ട്വിസ്റ്റ് ആക്കി തരാനൊക്കെ ചോദിക്കാം. അതായത് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് എന്നങ്ങാണ് പറയുവാണെങ്കിൽ നമ്മൾ ഓർത്തോളുക,
അവിടുത്തെ ക്രിട്ടിക്കൽ റേഡിയസിന്റെ വാല്യൂ k/h ആണ് എന്നുള്ളത് ഓർത്തോളുക. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കേണ്ടത് ലോഗ് മീൻ ഏരിയ ആണ്. ഇപ്പൊ ലോഗ് മീൻ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യാം, ഒരു ഹോളോ സിലിണ്ടർ കൺസ്ട്രക്ട് ചെയ്യാം. അതിന്റെ റേഡിയസ് R1 റേഡിയസ്, അതുപോലെ ഔട്ടർ റേഡിയസ് R2, ടെമ്പറേച്ചർ T1 T2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂവിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. T1 - T2 ഡിവൈഡഡ് ബൈ RTH എന്ന് പറഞ്ഞ് ഇക്വേഷൻ എഴുതാം. RTH തെർമൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ, സിലിണ്ടറിന്റെ കേസിലെ തെർമൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലോഗ് R2/R1 ഡിവൈഡഡ് ബൈ 2πLk എന്നാണ്. ഈ ഇക്വേഷനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. ഈ ഇക്വേഷനെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ മേളിലും താഴെയും ഈ ലോഗ് R2/R1 അവിടെ മേളിലും താഴെയും ഞാനൊരു 2πL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. തെറ്റൊന്നുമില്ല, കട്ട് ചെയ്ത് പോകും എന്തായാലും. അതുപോലെ ഒരു R2 - R1 എന്ന് പറയുന്ന ടേം കൊണ്ട് ഞാൻ മേളിലും താഴെയും ഇവിടെയും അതുപോലെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. തെറ്റില്ല, കാരണം അത് രണ്ടും കൂടെ എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നിങ്ങൾ നോക്കുക, ഈ 2πR2L എന്ന് പറയുന്നത് ഔട്ടർ സർഫസ് ഏരിയയാണ്, സിലിണ്ടറിന്റെ ഔട്ടർ സർഫസ് ഏരിയയാണ്. അപ്പോൾ അതിന് പകരം ഞാൻ A2 എന്നങ്ങ് എഴുതി, ഇതാ ഇവിടെ A2. അതുപോലെ 2πR1L എന്ന് പറയുന്നത് ഇൻസൈഡ് സർഫസ് ഏരിയയാണ്, അതിന് A1 എന്നും എഴുതി. ഇനി താഴെ 2πR2 - R1 × L എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2πR2L - 2πR1L എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അത് A2 - A1 ആണ്. അപ്പൊ നമുക്ക് അതിന് പകരം A2 - A1 എന്നും കൊടുക്കാം. ഇൻറ്റു K, പിന്നെ ബാക്കി വരുന്നത് R2 മേളിലുള്ള R2 - R1. ഇനി ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. A2 - A1 ഡിവൈഡഡ് ബൈ ലോഗ് A2/A1 എന്നുള്ളതിന് പകരം ഞാൻ AM എന്ന് കൊടുക്കുക. ഈ AM-നെ വിളിക്കുന്ന പേരാണ് ലോഗ് മീൻ ഏരിയ. AM-നെയാണ് നമ്മൾ ലോഗ് മീൻ ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ കൺസെപ്റ്റ്, അതുകൊണ്ടുള്ള ഗുണം എന്തുവെന്ന് വെച്ചാൽ ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ മാറുന്നത് ഇങ്ങനെയാണ്. RTH = R2 - R1 ഡിവൈഡഡ് ബൈ AM × K എന്നാണ് ഇക്വേഷൻ മാറുന്നത്. ഈ R2 - R1 എന്ന് പറയുന്ന തിക്നെസ് ആണ്, സിലിണ്ടറിന്റെ തിക്നെസ് ആണ്. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ദിസ് ഈസ് ഇക്വലന്റ് ടു, ഇത് L/K എന്ന് പറയുന്ന ഇക്വേഷൻ ഇക്വലന്റ് ആണ്. L എന്ന് പറയുന്നത് തിക്നെസ് ആരുടെ? പ്ലെയിൻ വോളിന്റെ. L/K എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വോളിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആയിരുന്നു. അപ്പൊ അതിൽ അവിടെ L എന്ന് പറയുന്നത് പ്ലെയിൻ വോളിന്റെ തിക്നെസ് ആണ്. അപ്പൊ ആ L-ന് പകരം ഇവിടെ R2 - R1, സിലിണ്ടറിന്റെ തിക്നെസ് R2 - R1 ഉണ്ട്. അതുപോലെ K ഉണ്ട് ഇവിടെ. Kക്ക് പകരം ഇവിടെയും K ഉണ്ട്. ഇവിടെ പ്ലെയിൻ വോളിന്റെ K, ഇവിടെ നമ്മുടെ സിലിണ്ടറിന്റെ കണ്ടക്ടിവിറ്റി K. ഇനി ഇവിടെ പ്ലെയിൻ വോളിന്റെ ഏരിയ ഉണ്ട് A, അതിന് പകരം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന AM ആണ്. ഇപ്പൊ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിലിണ്ടറിനെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ വോളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AM അല്ലെങ്കിൽ ലോഗ് മീൻ ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഒരു സിലിണ്ടറിനെ നമുക്ക് ഇക്വലന്റ് പ്ലെയിൻ വോളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ലോഗ് മീൻ ഏരിയയുടെ കൺസെപ്റ്റ്.